ഹലോ ഹായ് നമസ്കാരം. ഈ ആഴ്ച റിലീസാവുന്ന സിനിമകൾ, അതിൽ പ്രതീക്ഷയുള്ള സിനിമകൾ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെയാണ്. പക്ഷേ ഈ ആഴ്ച അത് കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതിന് ശേഷം ആ ലിസ്റ്റിൽ കാണണം എന്നാഗ്രഹമുള്ള 2 സിനിമകൾ ഞാൻ കണ്ടു തീർത്തു. ബാക്കി എനിക്ക് പ്രതീക്ഷ തോന്നിയ സിനിമകളെക്കുറിച്ചാണ് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു അപ്ഡേറ്റും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ പോസ്റ്റ് ചെയ്ത ഡ്യൂൺ പാർട്ട് 2 റിവ്യൂ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് പല മലയാള സിനിമകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ച റിലീസായിട്ടുള്ള മലയാള സിനിമകളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും വരില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഭാഷാഭേദമന്യേ ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലറുകൾ കണ്ടു നോക്കിയതിൽ മലയാളം സിനിമ ട്രെയിലറുകൾ ഒന്നും തന്നെ എന്നെ ഇംപ്രസ് ചെയ്തില്ല. അതായത് നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രേരിപ്പിക്കുന്ന, ഇപ്പോൾ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ ആ ട്രെയിലർ കട്ടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടോ ആ സ്റ്റോറി ലൈനിലുള്ള എന്തെങ്കിലും ത്രില്ലിംഗ് എലമെൻറ്റ് കൊണ്ടോ അങ്ങനെ എന്നിലെ പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന, അതിനുള്ള സിനിമയുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ട്രെയിലറുകളൊന്നും തന്നെ ഞാൻ കണ്ടില്ല. എങ്കിലും ഒരു അഭിനേതാവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. പക്ഷേ എനിക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. ഒരു തരത്തിലും എനിക്ക് കണക്റ്റ് ആവാതെ എന്തൊക്കെയോ കാണിച്ച് മുന്നോട്ട് പോകുന്നൊരു സിനിമ എന്നാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള സിനിമകളും കാണാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ അതേസമയം ഈ ആഴ്ച റിലീസായിട്ടുള്ള സിനിമകളിൽ എനിക്ക് വളരെ പ്രതീക്ഷ തോന്നിയ, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതൊന്ന് പോയി കാണണമല്ലോ എന്ന് തോന്നിയ ചില സിനിമകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അമീർ ഖാൻ പ്രൊഡക്ഷൻസിൽ വരുന്ന സിനിമയാണ്. കിരൺ റാവു സംവിധാനം ചെയ്യുന്ന സിനിമ ലാപ്പത്ത ലേഡീസ് എന്നാണ് ഈ സിനിമയുടെ പേര്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗ്രാമത്തിലെ പാവം ഒരു യുവാവ്, പുള്ളി ഒരു കല്യാണം കഴിക്കുന്നു. അങ്ങനെ നവവധുവുമായി അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തിയിട്ടാണ് ഈ മറ്റേ തലയിലിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ പൊക്കി നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് വധു മാറിപ്പോയി. സ്വാഭാവികമായിട്ടും 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ പുള്ളിയുടെ വധു എങ്ങോട്ട് പോയി? 2, ഈ പെൺകുട്ടി ഏതാണ്? ഈ കയറി വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ. അങ്ങനെ ഈ 2 കാര്യങ്ങളുമായിട്ട്, അപ്പം മാറിപ്പോയ വധു മറ്റൊരു സ്റ്റേഷനിലാണുള്ളത്. ഇവർ ട്രെയിനാണ് വന്നത്, അപ്പോൾ മറ്റൊരു സ്റ്റേഷനിലാണുള്ളത്. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ, ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഇവിടെ ഈ പെൺകുട്ടി ആരാണ് എന്നുള്ളത് പോലീസുകാരുടെ ഒരു സംശയം. ഈ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള പല സംശയങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് വളരെ രസകരമായി ഒരുപാട് തമാശയൊക്കെ ആയിട്ട് നിറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടാണ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ഈ സിനിമകളുടെ റിവ്യൂ കണ്ട് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ഇത് ട്രെയിലർ കണ്ടിട്ട് മാത്രമുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. അതെന്തായാലും അമീർ ഖാൻ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡ് വാല്യൂൻ്റെ പുറത്തും പിന്നെ ട്രെയിലർ എനിക്ക് തന്ന പ്രതീക്ഷയുടെ പുറത്തും ലാപ്പത്ത ലേഡീസ് ഞാൻ ഈ ആഴ്ച തിയേറ്ററിൽ പോയി കണ്ടേക്കും. മറ്റൊരു സിനിമ ഒരു തമിഴ് സിനിമയാണ്. പോർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഹിന്ദിയും കൂടി റിലീസാവുന്നുണ്ട്. തമിഴിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളല്ല ഹിന്ദിയിൽ അതിൽ അഭിനയിച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ നായകന്മാർ. തമിഴിൽ നമ്മുടെ കാളിദാസ് ജയറാമും അതുപോലെ അർജുൻ ദാസുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങനെ കടന്നു പോകുന്ന ആളുകൾ, അവർക്കിടയിലുണ്ടാകുന്ന ഫൈറ്റും പരിപാടികളും ഒക്കെയാണ്. ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് ലാസ്റ്റ് റിലീസായത് സോളോ ആണ്, ദുൽഖർ സൽമാൻ്റെ. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല സ്റ്റൈലായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര രസമുള്ള, വിഷ്വലി ആണെങ്കിലും വേറൊരു വൈബ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിലെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. എന്നെ ആദ്യം അതിൽ ത്രില്ലിയിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് കാളിദാസ് ജയറാം ഒരു ഇടിക്കാരനായിട്ട് വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും പുള്ളിയുടെ ബോഡിയൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചൊരു മാസ് ഫിഗറായിട്ട് പുള്ളിയുടെ ഒരു മാസ് അപ്പീൽ സംഭവം നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് ഉള്ളതാണ് പോറിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമകൾ ഓൾറെഡി വെള്ളിയാഴ്ച റിലീസായി കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എൻ്റെ അഭിപ്രായവും എൻ്റെ പെർസ്പെക്റ്റീവും എന്താണെന്നുള്ളത് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഈ വീഡിയോ കാണുന്ന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ. പിന്നെ കാണണം എന്നുള്ള ഫീല് ജനിപ്പിച്ചിട്ടില്ലാത്ത, പക്ഷേ ഗൗതം വാസുദേവ് മേനോൻ എന്ന ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ശ്രദ്ധിച്ചൊരു ട്രെയിലർ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. ജോഷുവ എന്നാണ് ആ സിനിമയുടെ പേര്. GVM സിനിമകളിൽ നായകന്മാർ സ്ഥിരമടിക്കുന്ന ഡയലോഗ്, ഇതിനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, നീ പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുകളയും എന്നൊക്കെ പറയുന്നത്, ആ ഒരു വോയിസ് മോഡുലേഷൻ, ആ ഡയലോഗ് ഡെലിവറി സ്റ്റൈലില്ലേ, ആ സാധനം ഇതിനകത്തുമുണ്ട്. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ആ ട്രെയിലറിൽ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇംപ്രസീവായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടില്ല. അത് VFX സൈഡാണെങ്കിലും
ഒന്നും അങ്ങോട്ടൊരു തൃപ്തി തരാത്ത ഒരു ട്രെയിലർ ആയിരുന്നു. പക്ഷേ ഈ ഒരു ബ്രാൻഡ് നെയിം അതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയതാണ്. പിന്നെ ഒരു ട്രെയിലർ ഇതേപോലെ മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നത് ഉണർവുകൾ തുടർക്കഥ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലറാണ്. ട്രെയിലർ ഞാൻ ശ്രദ്ധിക്കാനുള്ളൊരു കാരണം, ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് സിനിമ കാണാനുള്ള ഫീലൊന്നും അല്ല ഉണ്ടായത്. ട്രെയിലറിൽ ഡയലോഗ് ഒന്നും കേട്ടിട്ടില്ല. ഇവരുടെ ലിപ് മൂവ്മെൻ്റ് ഉണ്ട്, സബ് ടൈറ്റിലും ഉണ്ട്, പക്ഷേ ഡയലോഗ് ട്രെയിലറിലില്ല. ബാക്ക്ഗ്രൗണ്ട് പോകുന്ന മ്യൂസിക് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനിയുള്ള 2 സിനിമകൾ, അത് മലയാളവും ഹിന്ദിയും തമിഴും ഒന്നുമല്ല. ഒന്ന് ഒരു ജർമ്മൻ സിനിമയാണ്, സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ആ സിനിമയുടെ പേര്. അതായത് ഈ ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ആളുകളെ കൊന്നൊടുക്കിയിരുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനോട് ചേർന്ന്, അതിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ താമസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പെൺകുട്ടികളും ഭാര്യയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ അവിടെ ഒരുമിച്ച് താമസിക്കുന്നു. അറിയാലോ, ഈ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂന്തോട്ടമൊക്കെയുള്ള ഒരു വീട്, അതിൻ്റെ ഒരു മതിലപ്പുറം ആളുകളെ വളരെ ക്രൂരമായി ഒരു മനുഷ്യത്വം ഇല്ലാതെ കൊന്നെടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നൊരു സംഭവമാണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. മാത്രമല്ല ഈ സിനിമ കാൻസിൽ പ്രീമിയർ ചെയ്ത സിനിമയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. PVR ലുലുവിലാണ് സിനിമ ഇപ്പോൾ കാണിക്കുന്നത്. കൊച്ചിയിൽ ഷോസ് ഉണ്ട്, മറ്റ് ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് കാണണമെന്നൊരു തോന്നലുണ്ടാക്കിയ സിനിമയാണ്. വേറൊരു ഇംഗ്ലീഷ് സിനിമ കൂടിയുണ്ട്, മെയ് ഡിസംബർ എന്നാണ് ആ സിനിമയുടെ പേര്. ഇത് ഈ പറഞ്ഞ പോലെ കുറേ പുരസ്കാരങ്ങൾക്കൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുള്ള, കുറച്ച് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അതായത് 36 വയസ്സുള്ള ഒരു സ്ത്രീ 13 വയസ്സുകാരനുമായി പ്രണയത്തിലാവുന്നു. അവരൊരുമിച്ച് 23 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതകഥ ഒരു സിനിമയാക്കുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥയൊക്കെ എന്താണെന്നും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന, ഇവരുടെ വേഷം ചെയ്യാൻ പോകുന്ന ആ സ്ത്രീ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവരുടെ കഥകളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ റിലേഷൻഷിപ്പ്, അതിലെ കാര്യങ്ങൾ, അതിലൂടെയൊക്കെ പോകുന്നൊരു സിനിമയാണ്. എനിക്ക് ആ വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 36കാരിയും 13കാരനും എന്ന് പറയുന്നത് എനിക്കൊരു അപ്രിഷ്യബിൾ സംഭവമല്ല, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മറ്റൊരു സിനിമ ഒരു ആസമീസ് സിനിമയാണ്. എന്തായാലും ഈ അടുത്തൊന്നും കാണാൻ വകുപ്പില്ല, പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു താല്പര്യം തോന്നി കാണാൻ. വിഷയം കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലൊന്നും എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവിധായകൻ, ബോയ് വിത്ത് എ ഗൺ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് അതാ നിർജോൺ ദുപ്പോറിയ, അങ്ങനെയാണോ അത് വായിക്കുക എന്നെനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ പലതരത്തിൽ വായിക്കാൻ നോക്കി. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സിനിമകളുടെയൊക്കെ ട്രെയിലർ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിലർ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. കഞ്ചൻ കിഷോർ നാഥ് എന്ന ആളാണത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രണയിക്കുന്ന 2 പേർ, കല്യാണം കഴിച്ചിട്ടില്ലാത്ത 2 പേർ, അവർക്ക് ഒരുമിച്ച് ഒരല്പസമയം ചെലവിടണം, അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു മുറി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ നോക്കിക്കാണുന്നൊരു രീതിയുണ്ട്, അവരെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. നാട്ടുകാർ മാത്രമല്ല, സിസ്റ്റം അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പലവിധ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്കതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. സോ കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ വിഷയത്തിന് ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കാണാൻ തോന്നിപ്പിച്ച ഒരു സിനിമയാണത്. ഒരു ആസാമീസ് പടമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് എനിക്ക് കാണണമെന്ന് തോന്നിയത്. ഇതിൽ കാണാൻ പറ്റുന്ന സിനിമകൾ ഈ ആഴ്ച അവസാനത്തോടുകൂടി, അതായത് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി കണ്ടു തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോസും നമ്മുടെ ചാനലിലുണ്ടാവും. ആൻഡ് ഈ ആഴ്ച മലയാളത്തിൽ റിലീസായിട്ടുള്ള സിനിമകളൊന്നും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അങ്ങനെ ഒരു കാണബിൾ ഒരു ഫീല് ജനറേറ്റ് ചെയ്തിട്ടില്ല. കണ്ട സിനിമയും എനിക്ക് അങ്ങോട്ട് മുഴുവിപ്പിക്കാനുള്ളൊരു തൃപ്തി തന്നുമില്ല. എന്നാൽ അതേസമയം നിങ്ങൾ ഈ ഇറങ്ങിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഗംഭീരമായി തോന്നിയ സിനിമകളും ഉണ്ടാവും. സിനിമ ഓരോ ആളുകൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങൾ കണ്ട സിനിമകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ, കമൻറ്റ് ബോക്സിലൂടെ കടന്നു പോയിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.